ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ച് ഹോണ്ട എലവേറ്റിൻ്റെയും അതുപോലെ ഗ്രാൻഡ് വിറ്റാരയുടെയും ഒരു ചെറിയ കമ്പാരിസൺ പോലെയാണ്. ഇതൊരു പ്രോപ്പർ കമ്പാരിസൺ ഒന്നും അല്ലായെങ്കിൽ ഞാൻ ഡീറ്റെയിൽഡ് കമ്പാരിസൺ ചെയ്യുന്ന പരിപാടി കുറച്ച് കാലത്തേക്ക് നിർത്തി വെച്ചിരിക്കുക. എന്തായാലും ഇതിനകത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഗ്രാൻഡ് വിറ്റാര എടുക്കാനുള്ള കുറച്ച് പോയിൻറ്സും അതുപോലെ തന്നെ എലവേറ്റ് ഗ്രാൻഡ് വിറ്റാരയ്ക്ക് മേളിൽ എടുക്കാനുള്ള കുറച്ച് പോയിൻറ്സുമാണ്. നമുക്ക് എന്തായാലും ആദ്യം ഡയമെൻഷൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഡയമെൻഷനലി നോക്കുകയാണെങ്കിൽ ഗ്രാൻഡ് വിറ്റാര ഒരു പരിധി വരെയൊക്കെ എലവേറ്റിനേക്കാൾ വലുതാണ്. കാരണം ലെങ്ത്ത് ഗ്രാൻഡ് വിറ്റാരയ്ക്ക് 33 മില്ലിമീറ്റേഴ്സ് കൂടുതലാണ്. അതുപോലെ തന്നെ വിഡ്ത്ത് 5 മില്ലിമീറ്റേഴ്സ് കൂടുതലാണ്. അത് വലിയൊരു വ്യത്യാസമൊന്നുമല്ല, എന്നാലും 5 എന്ന് പറയുമ്പോൾ ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. പിന്നെ ബാക്കി സാധനങ്ങളിലൊക്കെ നമ്മുടെ എലവേറ്റാണ് വലുത്. കാരണം 5 മില്ലിമീറ്റേഴ്സ് ഹൈറ്റ് കൂടുതലാണ്. അതുപോലെ 50 മില്ലിമീറ്റേഴ്സ് വീൽ ബേസ് എലവേറ്റിന് കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് ഗ്രാൻഡ് വിറ്റാരിൽ 210 എലവേറ്റിൽ 220 ആണ്. അതായത് എലവേറ്റിന് 10 മില്ലിമീറ്റേഴ്സ് കൂടുതലാണ്. ആക്ച്വലി ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യത്തിൽ ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും വലിയ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടി എലവേറ്റാണ്. ഈവൻ നമ്മൾ ഒരു സെഗ്മെൻറ്റ് മുകളിലേക്ക് എടുത്ത് നോക്കിയാലും അവിടെ 210, 205, 200 ആ റേഞ്ചിലൊക്കെ ഉള്ളൂ. അല്ലാതെ 220 ഒന്നും ഒരു സ്ഥലത്തും ഇല്ല. അതായത് ഞാൻ XUV700 ഹാരിയർ ആ ഒരു റേഞ്ചാണ് കേട്ടോ എടുത്തത്. എനിവേ നമുക്കിനിയിപ്പം നിങ്ങൾ എന്തുകൊണ്ട് ഗ്രാൻഡ് വിറ്റാരയ്ക്ക് മേലെ എലവേറ്റ് എടുക്കണം എന്നുള്ള കുറച്ച് റീസൺസ് നോക്കാം. അതിൽ ആദ്യത്തെ വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് കുറച്ച് ഫീച്ചേഴ്സിൻ്റെ വ്യത്യാസമാണ്. അതിപ്പോൾ രണ്ട് വണ്ടികളുണ്ട്. ഗ്രാൻഡ് വിറ്റാരയിൽ ഇതിനേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷേ എന്നാൽ ഗ്രാൻഡ് വിറ്റാരയിൽ ഇല്ലാത്ത കുറച്ച് ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ADAS അതായത് അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം ഉണ്ട്. ഹോണ്ട സെൻസിങ് 2.0 എന്ന് പറഞ്ഞ പേരിൽ. അത് ഇപ്പോഴും ഗ്രാൻഡ് വിറ്റാരയിൽ അവർ കൊടുക്കുന്നില്ല. ആക്ച്വലി മാരുതിയുടെ ഒരു വണ്ടിയിലും ഇപ്പോൾ അത് അവൈലബിൾ അല്ല. കുറച്ച് കാലം കൊണ്ട് അത് വരുമായിരിക്കും. ഏതായാലും താൽക്കാലികമായി അത് ഈ വണ്ടിയിൽ മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ഈ സെഗ്മെൻറ്റിൽ മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിലും ആസ്റ്ററിലും ഇതിലും മാത്രമേ ആ ഒരു സംഭവം വരുന്നുള്ളൂ. ഏതായാലും വേറൊരു സാധനം പറയുകയാണെങ്കിൽ വേണമെങ്കിൽ ഫോഗ് ലാംപ്സ് പറയാം. അതൊരു വലിയ ഫീച്ചറൊന്നും അല്ല. പക്ഷേ ഗ്രാൻഡ് വിറ്റാരിൽ അവർ ഫോഗ് ലാംപ്സേ കൊടുത്തിട്ടില്ല. ഇതിൻ്റെ അകത്ത് LED ഫോഗ് ലാംപ്സ് ഉണ്ട്. ഇത്രയൊക്കെ ഇപ്പോൾ ഫീച്ചേഴ്സായിട്ട് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളൂ. ബാക്കി സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഗ്രാൻഡ് വിറ്റാരിലുണ്ട്. ഇതിൻ്റെ അകത്തുള്ളതൊക്കെ. ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത കുറച്ച് സാധനങ്ങളുണ്ട് ഗ്രാൻഡ് വിറ്റാരിൽ. അത് ഞാൻ അവിടെ പറയാം. ഇനി വേറൊരു കാര്യം നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റുന്നത് ഈ വണ്ടിയുടെ പവറാണ്. ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു 1.5 ലിറ്റർ IV-Tech 4 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ്. സംഭവം നാച്ചുറലി ആസ്പിറേറ്റഡ് ആണ്. മറ്റതിൻ്റെ അകത്ത് വരുന്ന ഒരു 1.5 NA പെട്രോൾ തന്നെയാണ്. മറ്റതിൻ്റെ അകത്ത് സ്ട്രോങ് ഹൈബ്രിഡ് ഉണ്ട്. പക്ഷേ അത് നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് കൂട്ടുന്നില്ല. കാരണം ഇതിൻ്റെ അകത്ത് ഇല്ലല്ലോ. പക്ഷേ എന്നാൽ നമ്മൾ അതിൻ്റെ 1.5 K15C എന്ന് പറയുന്ന NA പെട്രോൾ വെച്ച് ഇതിൻ്റെ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പവറിൻ്റെ കാര്യത്തിൽ നല്ല വ്യത്യാസമുണ്ട്. മറ്റേ വണ്ടി അവർ കൂടുതലും മൈലേജിന് വേണ്ടി ഇങ്ങനെ ഫോക്കസ് ചെയ്ത് മറ്റേ വണ്ടി എന്നല്ല, മറ്റേ ഒരു എഞ്ചിൻ. അതിപ്പോൾ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും മിഡ് റേഞ്ചിൻ്റെ പവറിൻ്റെ കാര്യത്തിൽ നല്ല പ്രശ്നമാണ് ആൾക്കാർ പറയുന്നത്. പ്രത്യേകിച്ച് ഓവർടേക്ക് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓട്ടോമാറ്റിക്കലി എടുക്കുകയാണെങ്കിൽ ഒടുക്കത്തെ ബുദ്ധിമുട്ടാണ്. ഏതായാലും അങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നം ആ വണ്ടിയിലുണ്ട്. പക്ഷേ ഈ വണ്ടി ഇത് IV-Tech ആണല്ലോ, അതുകൊണ്ട് തന്നെ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. മാനുവൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും പവറിൻ്റെ കാര്യത്തിൽ യാതൊരു പ്രശ്നവും ഈ വണ്ടിയിൽ ഫീൽ ചെയ്യാൻ പോകുന്നില്ല. ഏകദേശം 11 സെക്കൻഡ്സിന് എടുത്ത് വെച്ച് ഈ വണ്ടി 0 to 100 എടുത്തുകയും ചെയ്യും. മറ്റേ വണ്ടി 14 സെക്കൻഡ്സിന് എടുത്തെടുക്കും. മാനുവലിൽ ഓട്ടോമാറ്റിക് അത് ഏകദേശം 16 സെക്കൻഡിന് എടുത്തെടുക്കും 0 to 100 എത്താൻ. ഇതിൻ്റെ അകത്ത് പിന്നെ വരുന്ന ഓട്ടോമാറ്റിക് CVT ഓട്ടോമാറ്റിക് ആണ്. അത് റബ്ബർ ബാൻഡ് എഫക്റ്റ് ഒക്കെ തീർച്ചയായും അതിൻ്റെ അകത്ത് കാണും. കാരണം നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻസ് പെട്രോൾ എഞ്ചിൻസിൻ്റെ കൂടെ മിക്കവാറും ഒക്കെ CVT വന്നു കഴിഞ്ഞാൽ അതിന് റബ്ബർ ബാൻഡ് എഫക്റ്റ് കാണും. ഒന്നെങ്കിൽ ടെർബോ പെട്രോൾ ആയിരിക്കണം, അല്ലെങ്കിൽ പിന്നെ ഡീസൽ ആയിരിക്കണം. അപ്പോഴാണ് CVTക്ക് ആ റബ്ബർ ബാൻഡ് എഫക്റ്റ് ഒരു പരിധി വരെയൊക്കെ നമുക്ക് കണ്ടെയ്ൻ ചെയ്ത് നിർത്താൻ പറ്റുന്നത്. ഏതായാലും ഈ വണ്ടിയിൽ അങ്ങനെ റബ്ബർ ബാൻഡ് എഫക്റ്റ് ഉണ്ട്. പക്ഷേ എന്നാലും മറ്റേ വണ്ടിയുടെ 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആണത്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്കിതിൽ മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു പരിധി വരെ സ്പേസ് പറയാം. ലെഗ് റൂമിൻ്റെ കാര്യത്തിൽ രണ്ടും തമ്മിൽ അങ്ങനെ ഭയങ്കര വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ വണ്ടിയിൽ ഒരുപാട് സ്പേസ് ഉണ്ട്, മറ്റൊരു സ്പേസ് കുറവാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാൽ ഒരു വലിയ വ്യത്യാസം വരുന്ന ഹെഡ് റൂമിൻ്റെ കാര്യത്തിലാണ്. ഗ്രാൻഡ് വിറ്റാരിലും ഹൈറൈഡറിലും രണ്ട് വണ്ടികളിലും റിയർ സീറ്റ് പാസഞ്ചേഴ്സിൻ്റെ ഹെഡ് റൂം, പ്രത്യേകിച്ച് നിങ്ങളതിൻ്റെ സ്ട്രോങ് ഹൈബ്രിഡാണ് എടുക്കുന്നതെങ്കിൽ ഒരു ഇഷ്യൂ ഉള്ളൊരു സാധനമാണ്. ഈ വണ്ടിയിൽ പക്ഷേ ഹെഡ് റൂമിൻ്റെ കാര്യത്തിലൊന്നും വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അതുപോലെ നമ്മൾ എന്തായാലും സ്പേസിനെ പറ്റിയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്രാൻഡ് വിറ്റാരയുടെയൊക്കെ സ്ട്രോങ് ഹൈബ്രിഡ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബൂട്ട് സ്പേസ് വളരെ കുറവാണ്. 355 ലിറ്റേഴ്സ് മാത്രമേ അതിന് വരുന്നുള്ളൂ. പക്ഷേ അതേസമയം ഈ വണ്ടിയിൽ ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിലേക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. 458 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. അതായത് 103 ലിറ്റേഴ്സിൻ്റെ അടുത്ത് ബൂട്ട് സ്പേസ് കൂടുതൽ വരുന്ന എലവേറ്റിലാണ്. മറ്റേ നോർമൽ NA പെട്രോൾ അതായത് മൈൽഡ് ഹൈബ്രിഡ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ബൂട്ട് സ്പേസ് കിട്ടും. പക്ഷേ എന്നാലും നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓൺ പേപ്പർ സ്പെക്കിൽ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബൂട്ട് സ്പേസ് ഉള്ള വണ്ടി ഹോണ്ട എലവേറ്റ് ആണ്. ഇതാണ് എലവേറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് കുറച്ച് പറയാൻ പറ്റുന്ന പ്ലസ് പോയിൻറ്റ്സ് നമ്മൾ ഗ്രാൻഡ് വിറ്റാര വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ എന്നാൽ ഇനി ഗ്രാൻഡ് വിറ്റാര എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള പ്ലസ് പോയിൻറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഗ്രാൻഡ് വിറ്റാരയിലേക്ക് വരുമ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഭവം ഡിസൈനാണ്. എനിക്ക് പേഴ്സണലി എലവേറ്റിൻ്റെ ഡിസൈൻ കുഴപ്പമില്ലെന്ന് തോന്നി. എന്ന് വെച്ചാൽ ഒരു ആവറേജ് ഡിസൈനായിട്ട് തോന്നി. പക്ഷേ ഗ്രാൻഡ് വിറ്റാര എനിക്ക് കുറച്ചുകൂടി രസമാണ്. ആക്ച്വലി എനിക്ക് ഹൈറൈഡറിൻ്റെ ഡിസൈനാണ് ഈ രണ്ട് വണ്ടികളൊക്കെ ഇഷ്ടം. അത് വേറെ കാര്യം. പിന്നെ ടോട്ടലി നോക്കുകയാണെങ്കിൽ നമുക്ക് വേറെ വണ്ടികൾ ഈ സെഗ്മെൻറ്റിലുണ്ട്. പക്ഷേ ഈ കൂട്ടത്തിലെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഏതായാലും
അത് നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഞാൻ ജസ്റ്റ് എൻ്റെ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ രണ്ട് വണ്ടികളിൽ ഏതിൻ്റെ ഡിസൈനാണ് കൂടുതൽ ഇഷ്ടം എന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. അതല്ലാതെ നമ്മൾ മെയിൻ ആസ്പെക്ട്സിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ മറ്റതിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഫീച്ചേഴ്സ് ഈ വണ്ടിയിലും അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്, എലവേറ്റിൽ ഇല്ലാത്ത. ആക്ച്വലി ഇതിൻ്റെ അകത്ത് വരുന്ന ഫീച്ചേഴ്സാണ് കുറച്ചും കൂടെ പ്രോമിനൻ്റ് ആയിട്ടുള്ളത്. കാരണം പാനറോമിക് സൺറൂഫ് ഈ ഒരു വണ്ടിയിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വെന്റിലേറ്റഡ് സീറ്റ്സ് വരുന്നുണ്ട്, 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്, ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇതൊക്കെ കുറച്ചുകൂടി ഒരു പ്രീമിയം ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. പക്ഷേ ഈ സാധനങ്ങളൊന്നും മറ്റേ വണ്ടിയിൽ വരുന്നില്ല. അതിൽ വേണമെങ്കിൽ അവർക്ക് പാനറോമിക് സൺറൂഫും 360 ഡിഗ്രി ക്യാമറയെങ്കിലും കൊടുക്കായിരുന്നു. അല്ലെങ്കിൽ ഇനിയിപ്പോൾ പാനറോമിക് സൺറൂഫ് കൊടുത്തില്ലെങ്കിലും വേണം വെന്റിലേറ്റഡ് സീറ്റ്സ് എങ്കിലും കൊടുക്കായിരുന്നു. കാരണം അതിപ്പോൾ ഈ സെഗ്മെൻറ്റിലൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന സാധനമാണ്. ആസ്റ്ററും ഈ വണ്ടിയൊക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ, അതായത് എലവേറ്റർ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി ഒട്ടുമിക്ക എല്ലാ വണ്ടികളിലും ഉള്ള ഒരു സാധനമാണ് വെന്റിലേറ്റഡ് സീറ്റ്സ്. ഈവൻ നമ്മുടെ ഫോക്സ് വാഗൻ ട്വിൻസ്, അതായത് നമ്മുടെ മറ്റേ ടൈഗണും കുഷാക്ക, അതിൽ രണ്ടിലും വരെ വെന്റിലേറ്റഡ് സീറ്റ്സ് വരുന്നുണ്ട്. എന്തായാലും അത് ഇതിൻ്റെ അകത്തില്ല എന്നുള്ളത് ഒരു വലിയ പോരായ്മയായിട്ട് തന്നെ പറയേണ്ടി വരും. ഇനി വേറൊരു സംഭവം നമുക്ക് പറയാൻ പറ്റുന്നത് ഇതിൻ്റെ അകത്ത് ഹൈബ്രിഡ് പവർ ട്രെയിൻ ഉണ്ട് എന്നുള്ളതാണ്. എലവേറ്റിൽ ആകെ ഒരു ഒറ്റ എഞ്ചിൻ മാത്രമേ ഉള്ളൂ. അത് അവർ കാണിച്ചത് കുറച്ച് മണ്ടത്തരായി പോയി. കാരണം അതിൻ്റെ അകത്ത് ലോഞ്ച് ടൈമിൽ അവർ ഹൈബ്രിഡ് കൊടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം ഈ ഗ്രാൻഡ് വിറ്റാറിൽ ഉപയോഗിക്കുന്ന 3 സിലിണ്ടർ എഞ്ചിനാണ്, 1.5 ലിറ്റർ ഹൈബ്രിഡ് എഞ്ചിൻ, TNG സീരീസിൽ വരുന്ന ടൊയോട്ടയുടെ എഞ്ചിനാണ്. അതിൻ്റെ റിഫൈൻമെൻറ്റ് അത്ര ഗംഭീരമല്ല. മാത്രമല്ല പവർ നോക്കുകയാണെങ്കിലും അഡിക്വേറ്റ് ആണ്, ഭയങ്കര ഗംഭീര പവറൊന്നുമില്ല. പക്ഷേ സിറ്റി EHEV എടുക്കുകയാണെങ്കിൽ അതിനകത്ത് അത്യാവശ്യം നല്ല പവർ ഉണ്ട്, റിഫൈൻമെൻറ്റ് ഉണ്ട്. എല്ലാത്തിലും നമുക്കൊരു നല്ല ഹൈബ്രിഡ് ഓപ്ഷനായിട്ട് പറയാൻ പറ്റുന്നതായിരുന്നു. അതിൻ്റെ സെയിം പവർ ട്രെയിൻ വെച്ച് അവർ എലവേറ്റിൽ ഇറക്കിയിരുന്നെങ്കിൽ അടിപൊളിയായേനെ. പക്ഷേ അതവർ ചെയ്തിട്ടില്ല. അത് വരില്ല എന്നുള്ള റൂമേഴ്സും ഉണ്ടായിരുന്നു. കാരണം അവർക്കത് ഇവിടെ ലോക്കലി പ്രൊഡ്യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും വരികയായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇപ്പോൾ താൽക്കാലികമായി ഹോണ്ട അത് ഇറക്കാൻ പ്ലാൻ ചെയ്യുന്നില്ല. ഹോണ്ട എലവേറ്റിലേക്ക് ഇലക്ട്രിക്കലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. എന്തായാലും ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മൈലേജ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങൾക്ക് അത്രയും ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഹൈബ്രിഡ് ഓപ്ഷൻ ചൂസ് ചെയ്യാം. നല്ലൊരു സംഭവമാണ്. ഇനിയിപ്പോൾ ഇതല്ല, നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ച് കുറവാണെങ്കിൽ വേണമെങ്കിൽ നമ്മുടെ അർബൻ ക്രൂസർ ഹൈ റൈഡറിലും ഇതിൻ്റെ ഹൈബ്രിഡ് വരുന്നുണ്ട്. അത് കുറച്ചുകൂടെ ലോവർ ഓപ്ഷൻസിൽ കിട്ടും. അതായത് അതിൻ്റെ സെക്കൻഡ് ബേസ് മോഡലായ S വേരിയൻറ്റ് പോലെ സ്ട്രോങ് ഹൈബ്രിഡ് കിട്ടും. ഈ വണ്ടിയിലാകെ സെക്കൻഡ് ടോപ്പും പിന്നെ ടോപ്പും മാത്രമേ ഉള്ളൂ. അതായത് സീറ്റ പ്ലസ് ആൽഫ പ്ലസും മാത്രമേ നമുക്ക് സ്ട്രോങ് ഹൈബ്രിഡിൽ വരുന്നുള്ളൂ. പിന്നെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റുന്നത് ഓൾ വീൽ ഡ്രൈവ് ഇതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അത് ഒരുപാട് ആൾക്കാർ എടുക്കുന്നൊരു സംഭവമൊന്നും അല്ല. പക്ഷെ എന്നാലും നമുക്കിപ്പോൾ കുറച്ചൊക്കെ മൈൽഡ് ആയിട്ടുള്ള ഓഫ് റോഡിംഗ് ഒക്കെ പോകണമെങ്കിൽ ഈ വണ്ടിയിൽ ഒന്നും ആലോചിക്കാണ്ട് തന്നെ കയറി പോകാൻ പറ്റും. മറ്റേത് പക്ഷേ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയതുകൊണ്ട് പറ്റില്ല. ഇത് പിന്നെ നിങ്ങൾ ഓൾ വീൽ ഡ്രൈവ് എടുക്കണം കേട്ടോ, അല്ലാതെ വെറുതെ പോയി കഴിഞ്ഞാൽ ഇതും പെട്ടുപോകും. കാരണം ബേസിക്കലി ഇത് ഫ്രണ്ട് വീൽ ഡ്രൈവ് തന്നെയാണല്ലോ. പിന്നെ കുറേ ട്രാക്ഷൻ കൺട്രോളും അതിൻ്റെ മോഡ്സും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഏതായാലും ഓൾ വീൽ ഡ്രൈവ് ഇതിനകത്തുണ്ടെന്ന് പറയുന്നത് ഒരു പ്ലസ് പോയിൻ്റ് തന്നെയാണ്. ഇതാണ് നമുക്ക് മെയിൻ രണ്ട് സാധനങ്ങൾ ഇതിൻ്റെ മെക്കാനിക്കൽ വൈസ് പറയാൻ പറ്റുന്നത്. പിന്നെ വേണമെങ്കിൽ ഒരു പരിധി വരെ മൈലേജും പറയാം. കാരണം മറ്റേ ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ എഞ്ചിൻ അത്യാവശ്യം പവർഫുൾ ആണെങ്കിലും അവിടെ നമുക്ക് അത്ര ഗംഭീരമായിട്ടുള്ളൊരു മൈലേജ് കിട്ടില്ല. നോർമൽ യൂസിൽ ഇപ്പോൾ ഈ വണ്ടി ഇതുവരെ റോഡിൽ ഇറങ്ങിയിട്ടില്ല. വണ്ടി സിറ്റിയുടെ റെഫറൻസ് വെച്ചാണ് പറയുന്നത്. സിറ്റിയിൽ ഈ 1.5 ലിറ്റർ എഞ്ചിൻ വരുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ആൾക്കാർക്ക് നമ്മുടെ ലോക്കൽ ഇപ്പോൾ ടൗൺ ഓട്ടങ്ങൾ അല്ലെങ്കിൽ സിറ്റി കണ്ടീഷൻസിലൊക്കെ ഓടുന്ന സമയത്ത് 11-12 ആ റേഞ്ചിലൊക്കെയാണ് സാധാരണ ഇതിൽ കിട്ടുന്നത്. ഈ വണ്ടിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 13-14 മൈലേജ് കിട്ടും. അതുപോലെ ഹൈവേയിൽ പോകുന്ന സമയത്ത് സിറ്റി എന്ന് പറയുന്ന വണ്ടിയിൽ നമുക്ക് ഏകദേശം 16-17 ആ റേഞ്ച് വരെയൊക്കെ ആൾക്കാർക്ക് മാക്സിമം അങ്ങനെ കിട്ടാറുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. ഈ വണ്ടിയിൽ പക്ഷേ 20 മുകളിൽ കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു ഗുണം. അതുകൊണ്ട് ഓവറോൾ നോക്കുകയാണെങ്കിൽ 1.5 തന്നെ ആയിക്കോട്ടെ, അതുപോലെ സ്ട്രോങ് ഹൈബ്രിഡ് ആയിക്കോട്ടെ, രണ്ടിലും മൈലേജിൻ്റെ കാര്യത്തിലും മറ്റതിനേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്നത് ഗ്രാൻഡ് വിറ്റാര തന്നെയാണ്. എന്തായാലും ഗൈസ്, ഈ രണ്ട് വണ്ടികളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻസിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.